അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെയ്യണ പരിപാടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതിക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ളത് വെള്ളുള്ളി, ഇഞ്ചി ഒക്കെ കുറേശ്ശെ മതി. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, വലിയുള്ളി, പിന്നെ ഉള്ളിപ്പൂവ് കിട്ടുകയാണെങ്കിൽ അതും എനിക്കതൊന്നും കിട്ടിയിട്ടില്ല, അതും കൂടി. പിന്നെ റൈസ് കുറച്ച് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് ഊറ്റി വെച്ചതാണ്. ഇത് സെല്ല റൈസാണ്, വെള്ള റൈസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ ഇത് എത്രയും നേരത്തെ നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഫ്രൈഡ് റൈസിന്. പിന്നെ മുട്ട കുറച്ച് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും. പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസ്, ടൊമാറ്റോ സോസൊക്കെയാണ്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വട്ടത്തിലുള്ളൊരു നല്ലൊരു കടായി, ഒരു ഉരുളിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 കപ്പ് റൈസിനുള്ള ഓയിലാണ് ഒഴിച്ചത്. ബാക്കിയുള്ള ചേരുവകളൊക്കെ അതിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഇട്ട് കൊടുക്കാം. എന്നിട്ടിങ്ങനെ ഇറക്കി വന്നിട്ട് ജസ്റ്റൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെല്ലുള്ളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്നും അങ്ങനെ വല്ലാണ്ട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വഴന്ന് വന്നാൽ തന്നെ ഒന്ന് വാടി കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. കുറച്ചും കൂടി ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കട്ടെ. ബാക്കിയുള്ള കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ സെപ്പറേറ്റ് ഇടണമെന്നൊന്നുമില്ല, എങ്ങനെ ഇട്ടാലും കണക്കാണത്. ഞാൻ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഇതേപോലെ രാവിലെ അല്ലെങ്കിൽ തലേന്നൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. റൈസ് അങ്ങനെ ഒടിയില്ല. ഇപ്പം നല്ലത് അങ്ങനെയാണ്. നമ്മൾ രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തേക്കാനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ രാവിലെ നല്ല എളുപ്പമാണ്. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ് ഇതൊക്കെ. രാവിലെ എണീറ്റ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ ഈ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇത് ഒരു കണക്കിന് നല്ലതുമാണ്. എല്ലാ വെജിറ്റബിൾസും അടങ്ങിയതുകൊണ്ട് നല്ല ഇതാണ്. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ ചിക്കൻ്റെ കാര്യം ഇതിൽ പറയാൻ മറന്നു കേട്ടോ. ഞാൻ കുറച്ച് ചിക്കനും കൂടി ഇതിൽ നേരത്തെ വീഡിയോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൽ ഇളക്കി. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പാണെങ്കിൽ 1 സ്പൂണ് കുരുമുളക് പൊടി, 2 കപ്പ് റൈസ് ആണെങ്കിൽ 2 സ്പൂണ് കുരുമുളക് പൊടി, അല്ലാണ്ട് ഓവറാണ്ട. പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസ്, ഒരു 2 ടേബിൾ സ്പൂണ് സോയാ സോസ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതങ്ങനെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. സോയാ സോസൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. വെജിറ്റബിൾസൊക്കെ വെന്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കണം. എന്നാൽ നല്ലോണം വെന്ത് ഉടയും വേണ്ട, ഒരു പാകത്തെ വേവിൽ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇത് റൈസ് ഇട്ട് കൊടുക്കണം. ഞാൻ റൈസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴൊക്കെ നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം റൈസ് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാൻ. പിന്നെ ഇങ്ങനെയുള്ള മരത്തിൻ്റെയൊക്കെ തവി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇളക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ വല്ലാണ്ട് റൈസ് കുഴഞ്ഞു പോവില്ല. ഇതൊക്കെയൊക്കെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു
ടേസ്റ്റ് ആ ഒരു മണം ഉണ്ടല്ലോ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്പ്രിംഗ് ഓണിയന് കുറച്ച് ചേർത്ത് കൊടുക്കണം. പക്ഷെ നിർബന്ധമില്ല, അതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടേസ്റ്റിനൊരു മാറ്റമൊന്നും വരുന്നില്ല. ഇനി ഞാൻ ലാസ്റ്റ് നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ മുട്ട അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഓക്കെ അപ്പോൾ വേണ്ട. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇത്ര പണിയേ ഉള്ളൂ. ഈ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യാനുള്ള ഒരു ടൈമേ വരുന്നുള്ളൂ. അത് നമ്മൾ തലേന്നൊക്കെ റെഡിയാക്കി വെച്ചാൽ അതും പിന്നെ പണിയില്ല. അപ്പോൾ ഇനി ഇതൊക്കെ ബീഫ് ഇടുക, ചിക്കൻ ഒരു കുറച്ചും കൂടെ ഒക്കെ ഇടുക, ഒരുപാട് എല്ലാം ഇട്ടാലും അപ്പോൾ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസായി മാറും. ഇതിൻ്റെ കൂടെ നമുക്ക് കടായോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ അങ്ങനെ എന്തുണ്ടെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പം എൻ്റെ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.